മക്കളെ, നമ്മുടെ ഓണപരീക്ഷയ്ക്ക് കൊമേഴ്സുകാർ +2 കൊമേഴ്സുകാർ എന്തൊക്കെ പഠിക്കണം, ഓരോ സബ്ജക്റ്റിൽ നിന്ന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഓണ എക്സാമിൻ്റെ പോർഷൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഓരോ സബ്ജക്റ്റായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫസ്റ്റ് ഇംഗ്ലീഷ് നോക്കാം. ഇംഗ്ലീഷ് നമുക്ക് 7 ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. 3 L's ഓഫ് എംപവർമെൻറ്റ്, അതൊരു സ്പീച്ചാണ്, അറിയാലോ. ദെൻ എനി വുമൺ എന്ന് പറയുന്ന ഒരു പോയം, ഹൊറഗെല്ലോ എന്ന് പറയുന്ന ഒരു അനെക്ഡോട്ട്, ദെൻ മാച്ച് ബോക്സ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോറി, മെൻഡിങ് വാൾ ഒരു പോയം, ദെൻ അമിഗോ ബ്രദേഴ്സ് എന്ന് പറഞ്ഞൊരു സ്റ്റോറി, ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ടുള്ള സ്റ്റോറി, അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന 1 ആക്ട് പ്ലേ. ഇത്രയും ചാപ്റ്റേഴ്സ് ഇംഗ്ലീഷ് നമുക്ക് പഠിക്കാനുണ്ട്. ഇംഗ്ലീഷ് കുറച്ചധികം തന്നെ ഓൺ എക്സാമിലേക്ക് പഠിക്കാനുണ്ട്. ദെൻ എക്കണോമിക്സിൽ നിന്ന്, മൈക്രോ എക്കണോമിക്സിൽ നിന്ന് ആദ്യത്തെ 3 പാഠങ്ങൾ, ഇൻട്രൊഡക്ഷൻ, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, ആദ്യത്തെ 3 പാഠവും. മാക്രോ എക്കണോമിക്സിൽ നിന്ന് ഇൻട്രൊഡക്ഷനും നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങും. ഈ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ നിന്നായിരിക്കും എസ്എ ക്വസ്റ്റ്യൻ ഒരെണ്ണം വരാം. ദെൻ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിൽ നിന്നോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിൽ നിന്നോ ആയിരിക്കും അടുത്ത 8 മാർക്കിൻ്റെ എസ്എ ക്വസ്റ്റ്യൻ വരാം. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ മാർക്കിന് നിങ്ങൾ പഠിക്കണം എന്നുള്ള വീഡിയോ ഉടനെ വരും കേട്ടോ. അതുകൊണ്ട് അത് കിട്ടാൻ എന്ത് ചെയ്യുക, മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ, ലൈക്ക് ചെയ്യണേ. ദെൻ അക്കൗണ്ടൻസി അറിയാലോ, പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്, അല്ലെങ്കിൽ പാർട്ട് എ ഉണ്ട്, പാർട്ട് ബി ഉണ്ട്. പാർട്ട് എയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള 2 ചാപ്റ്ററാണ്. ആദ്യത്തെ ചാപ്റ്റർ അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റ്സും, രണ്ടാമത്തെ ചാപ്റ്റർ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫ്രം അഡ്മിഷൻ, അതിൽ ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരെ. അപ്പോൾ അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ ഗുഡ്വിൽ വരെ ആയിരിക്കും എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഗുഡ്വില്ലിന് തൊട്ട് മുന്നേ വരെ ആയിരിക്കും എടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ ടീച്ചേഴ്സ് പഠിപ്പിച്ച് അവിടെ വരെ പഠിക്കണം. കാരണം ഇത്തവണത്തെ എക്സാമിന് എന്ത് വ്യത്യാസമുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത് അതാത് സ്കൂളിലാണ്, ഗവൺമെൻറ് അല്ല. അതാത് സ്കൂൾ അതാത് ടീച്ചേഴ്സാണ്. അപ്പോൾ ടീച്ചേഴ്സ് ഏതൊക്കെ പോർഷൻ വരെ എടുക്കുന്നുണ്ടോ അതുവരെ മാക്സിമം എക്സാമിന് അവർ ഇടാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പോൾ ടീച്ചേഴ്സ് നിങ്ങളോട് എടുത്തിരിക്കുന്ന പോർഷൻ വരെ നിങ്ങൾ എന്തായാലും പഠിക്കണം. ദെൻ AFSകാർക്കാണെങ്കിൽ AFSൽ നിന്ന് ആദ്യത്തെ 2 പാഠം അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റലും ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഓഫ് ഡിബഞ്ചറും പഠിക്കണം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്കാർക്ക് ഓവറി ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം, സ്പ്രെഡ്ഷീറ്റും മാത്രം പഠിച്ചാൽ മതി. 2 ചാപ്റ്റർ വീതം പഠിച്ചാൽ മതി കേട്ടോ. ഇനി ബിസിനസ് സ്റ്റഡീസ് നമുക്ക് ആദ്യത്തെ 5 പാഠം പഠിക്കണം. നേച്ചർ ആൻഡ് പർപ്പസ് ഓഫ് മാനേജ്മെൻറ്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, ബിസിനസ് എൻവയോൺമെൻറ്റ്, പ്ലാനിങ്, ഓർഗനൈസിങ്, ഈ 5 ചാപ്റ്റർ പഠിക്കണം. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ആദ്യത്തെ 4 പാഠം റിവ്യൂ ഓഫ് പ്രോഗ്രാമിംഗ്, അറേസ്, ഫങ്ഷൻസ്, വെബ് ടെക്നോളജി എന്ന് പറഞ്ഞ 4 ചാപ്റ്റർ നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള വിഷയങ്ങൾ. ഇതിൽ സെക്കൻഡ് ലാംഗ്വേജും മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഇത്രയും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം നമ്മുടെ വ്യൂവേഴ്സ് നമ്മുടെ ചാനൽ കൂടുതൽ നമ്മൾ ഈ 3 സബ്ജക്ട്സിൻ്റെ വീഡിയോസ് ചെയ്യാറില്ലാത്തത് കൊണ്ടാണ് അത് ഉൾപ്പെടുത്താത്തത്. അപ്പോൾ ബാക്കി സബ്ജക്ട്സൊക്കെ ഇത്രയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇത് വെച്ചിട്ട് ഇംഗ്ലീഷൊക്കെ ഓരോ പാഠത്തിൽ നിന്നും ഏതൊക്കെ പഠിക്കണം, എക്കണോമിക്സ് ഏതൊക്കെ പഠിക്കണം എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക്